മീരാബൈ നിരഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് കുറച്ച് ജ്വല്ലറീസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നിരഞ്ജന ചേച്ചി കുറച്ച് ജ്വല്ലറീസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെന്ന് പറയാനാണ്. കാരണം നിരഞ്ജന ചേച്ചി എനിക്ക് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ അല്ല അറിയുന്നത് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അറിയുന്ന ഒരാളാണ് നിരഞ്ജന ചേച്ചി. ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്, ജ്വല്ലറി ബിസിനസ്സാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ഇയർ പീസസും നെക്ക് പീസസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇഷ്ടത്തിൻ്റെ പേരിലോ സ്നേഹത്തിൻ്റെ പേരിലോ ഒന്നും പറയുന്നതല്ല കേട്ടോ. അടിപൊളി ഒരു ജ്വല്ലറി സെറ്റാട്ടോ എനിക്ക് അയച്ചു തന്നത്. ഒരു അടിപൊളി ചോക്കറും അതിൻ്റെ കൂടെ മാച്ചിങ് ആവുന്ന ഒരു അടിപൊളി കമ്മലും കേട്ടോ. ഭയങ്കര ഒരു എലഗൻ ലുക്കൊക്കെ തോന്നിക്കുന്ന, എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള അടിപൊളി പീസസ് ആട്ടോ എനിക്ക് വന്നത്. മാത്രമല്ല ആ ഒരു ചോക്കറൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരു യുണീക്ക് പീസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസും യുണീക്ക് പീസസും ഒക്കെ കാണണമെങ്കിൽ ചേച്ചിയുടെ പേജ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നിര ബൈ നിരഞ്ജന എന്നാണ് പേജിൻ്റെ പേര്. താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ കേട്ടോ. ഇത് പോരാണ്ട് എനിക്ക് വേറൊരു സാധനം കൂടെ കിട്ടി കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബുഗാഡി കേട്ടോ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല നല്ല യുണീക്ക് പീസസ് ആയിട്ടുള്ള മാലയോ കമ്മലോ വളയോ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിലൊരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. ഇതാ ഞാൻ ആ പറഞ്ഞ ബുഗാഡി കേട്ടോ. ബുഗാഡിയുടെ സ്ഥലത്ത് ഒരു കാത് കുത്തി വെച്ചിരിക്കുക കേട്ടോ. അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അങ്ങനെ കുത്തി ഉണങ്ങില്ല എന്നൊക്കെ പേടിയുള്ളവരുണ്ടെങ്കിൽ ഇതേ ഇതുപോലൊരു സാധനം വാങ്ങിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുന്നതാണ്, അതിന് വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഓടിപ്പോയി നിര ബൈ നിരഞ്ജന ഒന്ന് ചെക്ക് ചെയ്യൂ. ആൻഡ് ഓൾസോ ഓൾ ദ ബെസ്റ്റ് നിരഞ്ജന ചേച്ചി.